നീ ഇറങ്ങിയോ? ഞാനിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നില്ലേ? അവിടെ ഉണ്ട്. പെട്ടെന്ന് വാ. ഹായ്, ഇന്നെന്താ പരിപാടി? എവിടേക്കാ പോണ്ടേ? കൂടുതൽ സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു യാത്രയാവാം, അല്ലേ? ഇന്ന് തന്നെ തിരിച്ചു വരുന്ന രീതിയിലാവണോ അതോ 2-3 ദിവസത്തേക്ക് വേണോ? ആകാശി, ഐ എം സോറി. കാര്യങ്ങളൊക്കെ ഇയാൾ അറിഞ്ഞല്ലോ. അറിഞ്ഞു. എന്നാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയൊരു പണിയല്ലേ, ഒട്ടും ആസ്വദിക്കാതെ അതില്ലാതാക്കി കളയാൻ പാടില്ലല്ലോ. ഞാൻ മാത്രമല്ല വന്നത്, കമലയുണ്ട്. ഓ, അപ്പൊ പുതിയ പരീക്ഷണമൊന്നുമില്ല. എവിടെയാ കക്ഷി? ഒരു ഷോപ്പിൽ കയറി. പിന്നെ കമല നല്ല കുട്ടിയാ, എല്ലാവരോടും നല്ല പെരുമാറ്റമാ. ഇതിപ്പോ ആകാശിന് അറിയാലോ. ഈ കല്യാണ മാർക്കറ്റിലൊക്കെ ഒരുപാട് ഫ്രോഡുകൾ ഉണ്ടാവും. അങ്ങനൊരു പ്രശ്നത്തിൽ പെട്ടുപോകരുതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനൊരു പരീക്ഷണം. ഓ, ആകാശിന്റെ ഭാഗത്ത് നിന്ന് അധികം നീരസം ഉണ്ടാവരുത്. ഏയ്, ഞാൻ കമലയെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പൊതുവേ എൻ്റെ ഒരു വിശ്വാസം, ഒരാളെ കണ്ട എനിക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റൂന്നാ. പിന്നെ കമലയുടെ കാര്യത്തിലാണെങ്കിൽ കുറെ അധികം പേർ, ഡോക്ടർ മൈഥിൽ ഉൾപ്പെടെയുള്ളവർ നിസ്സാര സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല എൻ്റെ മുന്നിൽ വച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അയാളെ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. താങ്ക് യു. എന്നാലും ഞാൻ നിന്നെ സമ്മതിച്ചു കേട്ടോ. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനൊരു ആവശ്യമായിട്ട് എൻ്റെ മുന്നിൽ വന്നാ എനിക്കൊരു പെൺകുട്ടിയുടെ മുന്നിൽ ചെന്ന് ഇങ്ങനെയൊന്നും പറയാനുള്ള ധൈര്യം കിട്ടില്ല. അയ്യോ, എനിക്ക് ധൈര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ എങ്ങനെയൊക്കെയോ തന്റെ മുമ്പിൽ പിടിച്ചു നിന്നേ ഉള്ളൂ. പിടിച്ചു നിന്നല്ലോ, ആ ധൈര്യത്തെക്കുറിച്ചാ ഞാൻ പറഞ്ഞത്. ചിരിക്കണ്ട. ഇനി തൻ്റെ മുമ്പിലൊന്നും ചാടരുതെന്നാ ഞാൻ ആവണിയോട് പറഞ്ഞത്. പക്ഷെ ഒരു സോറി വന്ന് പറയണമെന്ന് അയാൾക്ക് ഒരേ നിർബന്ധം. പിന്നെന്ത് ചെയ്യാനാ? കൂട്ടുകാരിക്ക് അല്പം മര്യാദ ഉണ്ടാകുന്നത് കുഴപ്പം പിടിച്ച കാര്യമൊന്നുമല്ല. നിങ്ങൾ കോംപ്രമൈസ് ആയല്ലോ അല്ലേ? ഇതൊരു രസമായിട്ട് എടുത്താൽ പിന്നെ കോംപ്രമൈസിന്റെ ആവശ്യമുണ്ടോ? പിന്നെ എന്താ പരിപാടി? ഇതോടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടോ? അതോ നടക്കുന്ന വഴിയിലും ഓഫീസിലും ഒക്കെ പുതിയ പുതിയ ആളുകളെ ഞാൻ പ്രതീക്ഷിക്കണോ? പേടിക്കണ്ട, പരീക്ഷിക്കാൻ പറ്റാത്ത കക്ഷിയാണ് താനെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടല്ലോ. ആകാശി, കമല ഇങ്ങനെ ഒരാളുടെ മുന്നില് അടിയറവ് പറഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല, പ്രതീക്ഷിച്ചിട്ടുമില്ല. അങ്ങനെ കണ്ടതിൽ സന്തോഷമാണ് അല്ലേ? അല്ലാതെ കൂട്ടുകാരി തോറ്റതിലുള്ള സങ്കടമൊന്നുമല്ല. ഇനി നിങ്ങൾ തമ്മിൽ എന്ത് തോൽവി എന്ത് ജയം അല്ലേ ആകാശേ? അപ്പൊ ആയിക്കോട്ടെ, എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട്. അല്ല, ആ കപ്പിൾ ഫ്രണ്ട്ലി കോഫി ഷോപ്പില്ലേ, ആക്ച്വലി അവിടെ കൂടെ ഇരിക്കേണ്ടത് കമലല്ലേ? അവിടെ കൂടെ ഒന്ന് പോയിട്ട്. കമല അവിടെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, പക്ഷെ ഇപ്പൊ എന്റെ തിരക്ക് സത്യമാണ്. സോ മറ്റൊന്നും നടക്കില്ല. നമുക്കിനിയും കാണാന്നേ. ഞാനും ഷോപ്പിലൊന്ന് കയറട്ടെ, എനിക്കുണ്ടൊരു കുഞ്ഞു പർച്ചേസ്. അപ്പൊ ശരി. പരീക്ഷിക്കണ്ടായിരുന്നു കമലേ? പരീക്ഷിച്ചുകൊണ്ടല്ലേ ഇത്രയ്ക്ക് നല്ലവനാണെന്ന് അറിയാൻ പറ്റിയത്. എന്നിട്ട് നീ എന്താ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നും പറയാത്തത്? സ്ട്രെയിറ്റ് ആയിട്ട് എന്തു പറയാം? ഇഷ്ടമായിരുന്നെന്ന് പറയായിരുന്നില്ലേ? അതങ്ങനെ ഈ മുഖത്ത് നോക്കി. അയ്യടാ, നിനക്കിങ്ങനെ നാണമൊക്കെ വരുമോ? അതെന്താ, ഞാൻ മനുഷ്യക്കൂട്ടത്തിൽ പറഞ്ഞല്ലേ. എന്നാൽ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി, ചെറുക്കനെ ഗംഭീരമായിട്ടങ്ങ് പിടിച്ചിട്ടുണ്ടല്ലേ? ചേരുവടി, നിങ്ങൾ നന്നായിട്ട് ചേരും.